തെല്ലും സംശയമില്ല, തെല്ലും ആശയക്കുഴപ്പമില്ല, തെല്ലും സന്നിഗ്ധതയില്ല എനിക്ക് കാര്യത്തിൽ. മുഖ്യമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയിലേക്ക് മാത്രമായി ചുരുങ്ങിയ, മുഖ്യമന്ത്രി എന്നല്ല സഖാവ് പിണറായി വിജയനിലേക്ക് മാത്രമായി ചുരുങ്ങിയ CPM എന്ന പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ആശയക്കുഴപ്പവുമില്ല. പക്ഷെ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറല്ല. കാരണം അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നയമുണ്ടല്ലോ, ഇതിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് അദ്ദേഹമല്ല എന്നതുകൊണ്ട്. ബ്രിട്ടീഷുകാരാണ് ഭാരതത്തെ ഏതാണ്ട് 200ഓളം വർഷം ഭരിച്ച ബ്രിട്ടീഷുകാരാണ് ഈ നയത്തിന്റെ ഉപജ്ഞാതാക്കൾ. ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്നത് കണ്ടെത്തിയത് അവരാണ്. ആദ്യമായി പരിശീലിച്ചതും അതുതന്നെ. കൊളോണിയലിസത്തെയും ഇമ്പീരിയലിസത്തെയും ഒക്കെ പുട്ടിന് തേങ്ങാപ്പീര ഇടും പോലെ നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുമെന്നേയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും പിന്തുടരുന്നത് പഴയ കൊളോണിയൽ യജമാനന്മാർ കണ്ടെത്തിയ ഇതേ വഴി തന്നെയാണ്. വിഭജിച്ച് ഭരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തെ ആവുന്നിടത്തോളം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ CAA അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള ഒരു കരി നിയമമാണ് എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ സത്യം പറയണമല്ലോ, എനിക്ക് മുഖ്യമന്ത്രിയോടോ CPM-നോടോ അവർക്ക് പിന്നണി പാടുന്ന കോൺഗ്രസിനോടോ ഇക്കാര്യത്തിൽ യാതൊരു വിരോധവുമില്ല. അവരെ കുറ്റം പറയാനാവില്ല എന്നതുകൊണ്ടാണ്. അളമുട്ടിയാൽ കടിക്കാത്ത ചേരയുണ്ടോ ചങ്ങാതി? അളമുട്ടിയിരിക്കുകയാണ് CPM-ന്. അവസാനത്തെ കച്ചിത്തുരുമ്പ്, മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ഇപ്പറഞ്ഞ മാരകായുധവും. എന്ത് നുണ പറഞ്ഞു, എന്ത് അബദ്ധം പുലമ്പിയും, എന്ത് വിവരക്കേട് വിളിച്ചു കൂവിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടന്നേ പറ്റൂ അവർക്ക്. ഇപ്പോ പാർട്ടിയുടെ ചിഹ്നം പോയി മരപ്പട്ടിയോ ഈനാമ്പേച്ചിയോ എന്ത് ദുർഭൂതമോ ചിഹ്നമായി കിട്ടിയാലും ശരി, ജീവവായു കിട്ടണ്ടേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ? അതിനു വേണ്ടിയുള്ള പരാക്രമമാണ് നമ്മുടെ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷെ താൻ ഇരിക്കുന്നത് ഒരു ഭരണഘടനാ പദവിയിലാണ് എന്നത് അദ്ദേഹം എത്രയ്ക്ക് മറന്നുപോയിരിക്കുന്നു എന്ന് CDS ചെയർപേഴ്സന്റെ ഈ ശബ്ദ സന്ദേശം വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്കറിയാം, CPM ഒരു ഏകാധിപത്യ പാർട്ടി ആയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഹിതത്തിന് വിപരീതമായി അല്ലെങ്കിൽ വിരുദ്ധമായി വ്യത്യസ്തമായി CDS ചെയർപേഴ്സൺ എന്നല്ല ഒരു മന്ത്രി പോലും സ്വപ്നം കാണുക കൂടി ചെയ്യില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് CDS-ൽ അയൽക്കൂട്ടക്കാർക്ക് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പകർത്തപ്പെട്ടത്, പങ്കുവയ്ക്കപ്പെട്ടത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ആ ശബ്ദ സന്ദേശം. പൗരത്വ നിയമ പരിഷ്കരണത്തിനെതിരെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും എത്തിച്ചേരണം. എന്താണ് മുഖ്യമന്ത്രി അവിടെ പറയാൻ പോകുന്നത്? ഈ രാജ്യത്തുള്ള മുസ്ലിമുകളെ BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ആട്ടിയോടിക്കാൻ പോകുന്നു. അവരെ പാകിസ്ഥാനിലേക്ക് ആട്ടിപ്പായിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. ഞാൻ കൂടി അംഗമായ ചില ബുദ്ധിജീവി ഗ്രൂപ്പുകളിൽ, ചില സാഹിത്യകാരന്മാരുടെ ഗ്രൂപ്പുകളിൽ നിരന്തരമായി കുറെ അബദ്ധ പ്രസംഗങ്ങൾ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ. അവർ കവിത എഴുതി പ്രതിഷേധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതിലൊരു മുസ്ലിം സഹോദരൻ എഴുതിയത്, എൻ്റെ ഉപ്പുപ്പായും എൻ്റെ ഉമ്മുമ്മായും ജീവിച്ച ഈ മണ്ണിൽ നിന്ന് മോദി എന്ന ദുഷ്ടൻ ഞങ്ങളെ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് തുണയായി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. ഞാൻ അദ്ദേഹത്തിന് മറുപടി എഴുതി, സഹോദര, നിങ്ങളുടെ ഉപ്പുപ്പായും ഉമ്മുമ്മയും ജീവിച്ച ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ എന്നല്ല ഒരൊറ്റ മുസ്ലിമിനെയെങ്കിലും ആട്ടിപ്പായിച്ചാൽ നിങ്ങൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങളുടെ പാകിസ്ഥാനിലേക്കുള്ള പലായനത്തിൽ നിങ്ങളോടൊപ്പം വരാൻ ഞാൻ തയ്യാറാണ്. പാകിസ്ഥാൻ എനിക്ക് ജീവിക്കാൻ പറ്റിയ പ്രദേശമല്ലെന്ന് എനിക്കറിയാം. കാരണം 21%-ലധികം 24% ഉണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷൻ പാകിസ്ഥാനിൽ ഇന്ന് എത്രയായി കുറഞ്ഞു എന്ന് നമുക്കറിയാം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇന്ന് എത്രയായി കുറഞ്ഞു എന്ന് നമുക്കറിയാം. കേവലം 10-20 ആയി കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ രാജ്യത്ത് നിന്ന് ഒരൊറ്റ മുസ്ലിമിനെങ്കിലും
തങ്ങളുടെ ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരും ജീവിച്ച ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നാൽ, ആട്ടിയോടിക്കപ്പെട്ടാൽ അവർക്കൊപ്പം വരാൻ ഞാനും എൻ്റെ പാർട്ടിയിലെ എത്ര അംഗങ്ങൾ വേണമെങ്കിലും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ല എന്നറിയാഞ്ഞിട്ടല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പാർട്ട് ബി ആയിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹം യഥാർത്ഥത്തിൽ BJP-യോടല്ല, ഹിന്ദുക്കളോടല്ല, ഭാരതത്തോടല്ല. അവർ ചെയ്യുന്ന ദുഷ്ടത വാസ്തവത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിം സഹോദരീ സഹോദരന്മാരോടാണ്. ഭയം എന്ന കോംപ്ലക്സ്, ദ ഐഡിയ ഓഫ് ഫിയർ എന്നതിനെ കുറിച്ച് പറയാം. ഭീതി എന്ന ആശയം അവരുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുകയാണ്. സദാസമയവും തങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ്, അരക്ഷിതരാണ്. ഈ ഹിന്ദു മഹാഭൂരിപക്ഷ രാജ്യം ഭരിക്കുന്ന BJP നിങ്ങളെ ആക്രമിച്ചു കൊന്നു ചോര കുടിച്ചേക്കാം എന്ന തരത്തിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര ദുഷ്ടതയാണ് ഇവർ ചെയ്യുന്നതെന്ന് ആലോചിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ സ്നേഹം നടിച്ചുകൊണ്ട് ഇവർ കഴുത്തറക്കുകയാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ. അവരെ ഭയപ്പെടുത്തുന്നു. BJP അവരോട് പറയുന്നു, നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചു വളർന്ന മുസ്ലിമുകൾ, നിങ്ങൾ ഭാരതീയരാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്. നിങ്ങളുടെ പ്രപിതാമഹന്മാർ ഹിന്ദുക്കളായിരുന്നു. അവർ മതം മാറി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് അന്യരായി തീരുന്നില്ല. നിങ്ങൾ ഞങ്ങളുടേതാണ്, ഈ നാട് നിങ്ങളുടേതാണ്. പക്ഷേ ഇതൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അബദ്ധവും അസത്യവും അവിവേകവും പറഞ്ഞു പരത്തിക്കൊണ്ട് എത്ര ഹീനമായ അപരാധമാണ് ഭരണഘടനാ പദവിയിൽ ഞെളിഞ്ഞിരിക്കുന്ന തന്റെ തീവ്രവാദിയായ മരുമകനെ ആ കസേരയിൽ പ്രതിഷ്ഠിക്കാൻ വെമ്പുന്ന അഴിമതിയുടെ ആൾരൂപമായ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന പാർട്ടിയും ചെയ്യുന്നത് എന്നാലോചിച്ചു നോക്കുക. എനിക്ക് മുസ്ലിം സഹോദരീ സഹോദരന്മാരോടാണ് ഇക്കാര്യത്തിൽ അനുകമ്പ തോന്നുന്നത്. അവർ പാവങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിരന്തരമായ നുണപ്രചരണത്തിന് ഇരകളായി തീർന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ തിരുവല്ലത്തുള്ള സമ്മേളനത്തിൽ അദ്ദേഹം വിളമ്പാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതിവ് നയങ്ങളിൽ ഒന്നായ നുണപ്രചരണവും സ്റ്റാലിന്റെയും ഹിറ്റ്ലറുടെയും ഒക്കെ കാലത്ത് നടന്നത് ഇതുതന്നെയാണെന്ന് നമുക്കറിയാം. 1000 വട്ടം ആവർത്തിക്കുന്ന നുണ സത്യമാകും എന്ന മട്ടിൽ ഇവർ നുണ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നുണയുടെ വിഷത്തിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. നമ്മൾ പോരാടുന്നത് നുണയ്ക്കെതിരെയാണ്, അസത്യത്തിനെതിരെയാണ്, ഭീതി എന്ന ആശയത്തിനെതിരെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.